ഹേ ഗായ്സ്, സോ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ലാസർസ് എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡായിട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വീഡിയോസൊക്കെ 500 മുകളിൽ ആൾക്കാർ കാണുന്നുണ്ട്, എന്നിട്ട് നമുക്ക് 10 കമന്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അത് കാരണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. പിന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് എന്താ സംഭവിച്ചെന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ലാസറസ് എന്ന് പറഞ്ഞ ടീമിലെ നമ്മളെ എലൈന എന്ന് പറഞ്ഞ മെമ്പർ ആണെങ്കിൽ അവളാണെങ്കിൽ ഡോക്ടർ സ്കിന്നറിന്റെ മുഖച്ചായുള്ള ആൾക്കാരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ ഡോക്ടർ സ്കിന്നറിന്റെ മുഖച്ചായുള്ള 1000 ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഉടനെ തന്നെ അവളാണെങ്കിൽ ഈ ഇൻഫർമേഷൻ നമ്മളെ ലാസറസ് ടീമിനെ അറിയിക്കുന്നുണ്ട്. അത് കാരണം എല്ലാവരും തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ 1000 ഡോക്ടർ സ്കിന്നറിന്റെ മുഖം കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ സ്കിന്നറിന്റെ പോലെ 1000 ആൾക്കാരുള്ളത് കൊണ്ടല്ല. ഏതൊരു വലിയ ഹാക്കറാണെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് ഈ ഒരു ക്യാമറ, അതായത് ഇവർ യൂസ് ചെയ്യുന്ന ഒരു CCTV പോലത്തെ ഒരു ഡിവൈസ്, അത് ആ ഒരു ഹാക്കർ ഹാക്ക് ചെയ്തതിനു ശേഷം നോർമൽ പീപ്പിളിന്റെ മേലെ ഈ ഒരു ഡോക്ടർ സ്കിന്നറിന്റെ മുഖം ഘടിപ്പിച്ചിരിക്കുകയാണ്. സോ അത് കാരണമാണ് 1000 ഡോക്ടർ സ്കിന്നർ ഉള്ളത് പോലെ തോന്നുന്നത്. പിന്നെ ഇവരുടെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേര് വായിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ ആക്സിലാണെങ്കിൽ എലന അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഡോക്ടർ സ്കിന്നറിന്റെ പണിയാണെന്നാണോ? അപ്പോൾ അതിന് മറുപടി നമ്മൾ എലന പറയുന്നുണ്ട്, ആകെ 3 ഹാക്കേഴ്സിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ചു വെക്കാൻ പറ്റുള്ളൂ എന്ന് ഇവളുടെ ഒരു സിസ്റ്റം പറയുന്നുണ്ടായിരുന്നു. സോ എലന ആണെങ്കിൽ ആ ഒരു 3 ഹാക്കേഴ്സിന്റെ പേര് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അതിൽ ഒന്നാമത്തെ ഹാക്കറിന്റെ പേരാണ് പോപ്കോൺ വിസാർഡ്, രണ്ടാമത്തെ ഹാക്കറിന്റെ പേര് ഡോക്ടർ 909, മൂന്നാമത്തെ ഹാക്കറിന്റെ പേരാണ് മാറ്റ് സ്ക്രീമർ. പക്ഷെ അപ്പോഴാണ് എലനക്ക് മനസ്സിലാവുന്നത് മൂന്നാമത്തെ ഹാക്കർ എന്ന് പറഞ്ഞാൽ അവൾ തന്നെയായിരുന്നു. സോ എലനക്ക് ചെയ്യാൻ കഴിയുന്ന കഴിവുകൾ ആലോചിച്ച് നമ്മളെ ആൾക്കാർ ഇംപ്രസ് ആവുന്നുണ്ട്. ശേഷം ഡഗ്ലസ് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നല്ലെങ്കിൽ പോപ്കോൺ വിസാർഡ് അല്ലെങ്കിൽ ഡോക്ടർ 909, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഡോക്ടർ സ്കിന്നറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് വേറൊരു ഹിന്റ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ സ്കിന്നറിന്റെ മുഖം അതേപോലെ തന്നെ ഈ ഒരു ഡിവൈസ് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഡോക്ടർ സ്കിന്നർ അദ്ദേഹത്തിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ ഇപ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. ശേഷം നമ്മളെ ഹേഴ്ഷ് ആണെങ്കിൽ ക്രിസിനോടും ലാലന്റിനോടും നമ്മളെ ഡോക്ടർ സ്കിന്നർ പണ്ട് താമസിച്ച ആ ഒരു വീട് ഇവരോട് പോയിട്ട് പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഡഗ്ലസ് പറയുന്നത്, എനിക്ക് ഡോക്ടർ സ്കിന്നറുമായി കമ്പനിയുള്ള ഒരാളെ അറിയാം. ഞാൻ പണ്ട് സയന്റിഫിക് റിസർച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് അയാൾ എന്റെ പ്രൊഫസർ ആയിരുന്നു. അയാളാണെങ്കിൽ ഡോക്ടർ സ്കിന്നറായിട്ട് ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ക്ലോഡ് ക്ലെയിൻ എന്നാണ്. ശേഷം നമ്മുടെ ഡോക്ടർ സ്കിന്നർ പണ്ട് താമസിച്ച ആ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടേക്കാണെങ്കിൽ നമ്മളെ ലാലനും ക്രിസ്റ്റോ വേഷം മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഈ ഒരു വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീടിന്റെ ഓണറിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നൊരു ഫേക്ക് ന്യൂസ് അനുസരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ആണെങ്കിൽ ഇവരെ അകത്തോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ ലേലന്റെ ഒരു നമ്പർ ഇറക്കി നോക്കുന്നുണ്ട്. നമ്മൾ എലൈന പ്രകാരം ഡോക്ടർ സ്കിന്നറിന്റെ വോയിസ് യൂസ് ചെയ്തിട്ട് ഇവരൊരു ഫേക്ക് വോയിസ് നോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അത് നമ്മളെ പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇനിയും നിങ്ങൾ ഞങ്ങളെ ഉള്ളിലോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ വൃത്തിയാക്കി കിട്ടുന്ന ആ ഒരു പൈസ മാത്രം തന്നാൽ മതി. അത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അവിടെ സീൻ കെട്ടിന് ശേഷം നമ്മൾ ഡഗ്ലസിന്റെയും ആക്സലിന്റെയും സീനാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഈ ഒരു ഡഗ്ലസിന്റെ പ്രൊഫസറിനെ തേടി ഒരു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളെ ഈ ഒരു ക്ലോഡ് ക്ലീൻ എന്ന് പറയുന്ന നമ്മുടെ ഡഗ്ലസിന്റെ സാറാണെങ്കിൽ ഓൾറെഡി റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റി ഒരു വിവരമില്ല. പക്ഷെ അയാൾക്ക് ഇപ്പോൾ ഒരു വീടും വിലാസമൊന്നും ഇല്ല എന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. സോ ഡഗ്ലസ് ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ ആക്സിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വീടും വിലാസമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അയാളെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ശേഷം വീണ്ടും ലാലന്റിന്റെയും ക്രിസിന്റെയും സീൻ കാണിക്കുകയാണ്. അവരാണെങ്കിൽ നേരത്തെ കാണിച്ച ഒരു നമ്പർ അവിടെ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇപ്പോൾ ഇവർക്ക് ഡോക്ടർ സ്കിന്നറിന്റെ വീട്ടിലോട്ട് കയറാനുള്ള പെർമിഷൻ ലഭിച്ചു. പിന്നെ ഡോക്ടർ സ്കിന്നറിന്റെ വീടിന്റെ എല്ലാ പരിസരത്തും അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടുള്ള കുറെ എഴുത്തുകളൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ക്രിസ് ആണെങ്കിൽ ലാലന്റിന്റെ അടുത്ത് ലാലന്റ് അവന്റെ ബുദ്ധി യൂസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ സാധിച്ച ആ ഒരു ലാലന്റിന്റെ പ്രവൃത്തി നമ്മളെ ക്രിസ് അഭിനന്ദിക്കുന്നുണ്ട്. ശേഷം ലാലന്റ് ക്രിസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ പറയൂ, ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന മുന്നേ നിനക്ക് എന്തായിരുന്നു പണി? അതിനുത്തരമായി നമ്മളെ ക്രിസ് ആണെങ്കിൽ അവിടെ ഒരു സീക്രട്ട് ഏജന്റ് ആയിരുന്നു എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ശേഷം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് പോലത്തെ ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഡോക്ടർ സ്കിന്നറിന്റെ വീട്ടിലോട്ടുള്ള ഡോർ തുറക്കുകയും അതിനുള്ളിലോട്ട് കയറുന്നുണ്ട്. അവിടെ സീൻ കെട്ടിയത് നമ്മളെ ഡഗ്ലസിന്റെയും ആക്സലിന്റെയും സീനാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഇപ്പോൾ ആക്സൽ പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ബേസിക്കലി അത് വീടൊന്നും ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ശേഷം ഡഗ്ലസ് നമ്മളെ ആക്സിലിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ക്ലോഡ് ക്ലെയിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പോൾ ആക്സിൽ പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലത്തിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ ഞാൻ 2 വർഷം മുന്നേ ജയിലിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ജെറി എന്നാണ് അവന്റെ പേര്. സോ ആദ്യം എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അവനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാളെ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും പറഞ്ഞുതരും. ശേഷം നമ്മൾ ക്രിസിന്റെയും ലാലന്റിന്റെയും സീനാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അടിച്ച് പറക്കി നോക്കുന്നുണ്ട്. അതിനെടുക്കാണെങ്കിൽ അവരെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവരെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അതായത് അവരാണെങ്കിൽ കുറെ മെഷീൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെഷീൻസ് യൂസ് ചെയ്തിട്ട് ഇവരെ വീട് ക്ലീൻ ആക്കുകയും ചെയ്യും. ആ സമയത്ത് ഇവരാണെങ്കിൽ അവിടെ വല്ല ക്ലൂവും കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ കുറെ നേരം നോക്കിയിട്ട് പോലും ഇവർക്കൊരു ക്ലൂ പോലും കിട്ടാത്ത കാരണം തന്നെ ഇവരൊരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് നമ്മളെ ക്രിസിന്റെ കൈമേലാണെങ്കിൽ ഒരു ഹാപ്പിന്, അതായത് ഒരു മെഡിസിൻ പോലത്തെ എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട്. സോ ആ ഒരു മെഡിസിൻ പോലത്തെ സാധനം എടുത്തിട്ട് അവളാണെങ്കിൽ പോക്കറ്റിലാക്കിയിട്ട് നൈസായിട്ട് തിരിച്ച് ഇവരുടെ ഹൈഡോളിലോട്ട് പോകുന്നുണ്ട്.
പിന്നെ നമ്മളെ ആക്സിലിൻ്റെയും ഡഗ്ലസിൻ്റെയും സീനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെറീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളടുത്ത് ചോദിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജിൽ എന്ന് പറഞ്ഞ ആളാണ്. അവളാണ് നിൻ്റെ ബാക്കിൽ ഇപ്പോൾ നിൽക്കുന്നത്. സോ നമ്മൾ ആക്സിൽ ഇതിരി നോക്കുന്ന സമയത്ത് ജിൽ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ആ ഒരു പെണ്ണാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയിട്ട് ആക്സിൽ ഇത് നീ തന്നെയാണോ, നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്സിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്സിലിന് ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. പിന്നെയാണ് നമ്മൾ ആക്സിലിന് മനസ്സിലാവുന്നത് ഇത് അവൻ്റെ ഫ്രണ്ട് ജെറി തന്നെ ആയിരുന്നു. പക്ഷേ ജെറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വുമണാണ്. അവളുടെ പേരിപ്പോൾ ജില്ല എന്നാണ്. ഗൈസ്, അങ്ങനെ ഈ ഒരു ആനിമി വീണ്ടും എന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഞാനൊരു ന്യൂ ആനിമി വാച്ചർ ആയതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ തീം ആദ്യമായിട്ടാണ് ഈ ആനിമി കാണുന്നത്. ശേഷം ഇവരിവിടെ വരാൻ കാരണമായ ക്ലോഡ് ക്ലീൻ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ജെറിയുടെ അടുത്ത് പറയുന്നുണ്ട്, ജില്ലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജില്ലാണെങ്കിൽ ഇവർക്ക് ഈ ഒരു ക്ലോഡ് ക്ലീൻ എന്ന് പറയുന്ന ആളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡഗ്ലസ് ആണെങ്കിൽ വന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ക്ലോഡ് ക്ലീൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അയാളായിട്ടൊരു ടച്ചും ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ആകെ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ സ്കിന്നറിന് ഒരു ഗ്രാൻഡ് മദർ ജീവിച്ചിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടാതിരിക്കില്ല. ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ പേര് ബെലിൻഡ എന്നാണ്. സോ നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഒരു ബക്ലവ എന്ന് പറഞ്ഞ ഒരു ഡിഷ് ഉണ്ട്, അത് കഴിക്കാനാന്ന് പറഞ്ഞ് പോയാൽ മതി. സോ ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ ആ ഒരു ക്ലോഡ് ക്ലീൻ എന്ന് പറയുന്ന നമ്മളെ ഡഗ്ലസിൻ്റെ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവരാണെങ്കിൽ ജില്ലിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം നമ്മളെ ഡഗ്ലസും ആക്സിലും ആണെങ്കിൽ അവരുടെ ഹൈലോട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഹേർഷിൻ്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു ഡോക്ടർ സ്കിന്നറിൻ്റെ ഗ്രാൻഡ് മദറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എലേനെ ആണെങ്കിൽ ഡോക്ടർ സ്കിന്നറിൻ്റെ ഗ്രാൻഡ് മദറിനെ പറ്റി കുറേ റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് അവസാനം അവർക്ക് ഒരു സ്ഥലം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ സ്കിന്നറിൻ്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ബെലിൻഡ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഹേർഷ് ആണെങ്കിൽ നമ്മളെ ആക്സിലിൻ്റെ അടുത്തും ലേലൻഡിൻ്റെ അടുത്തും ഈ ഒരു സ്ഥലത്തോട്ട് ഒന്ന് പോയി നോക്കാൻ പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലം കുറച്ച് ഡേഞ്ചറസ് ആണ്, അത് കാരണം തന്നെ അലമ്പൊന്നും ഉണ്ടാക്കാതെ നടക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു കാറല്ല പോകുന്നത്, മറിച്ച് എന്തോ ഒരു മെട്രോ പോലത്തെ ഒരു ന്യൂ ടെക്നോളജി വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ആക്സിലും ലേലൻഡും ആണെങ്കിൽ ഡോക്ടർ സ്കിന്നറിന്റെ അമ്മമ്മ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പേര് ടർക്കി എന്നായിരുന്നു. ഈ ഒരു സീനിൽ ഈ ഒരു ആനിമി ആണെങ്കിൽ വീണ്ടും എന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെ മുസ്ലിംസിന്റെ മോസ്കിൽ നിന്ന് വരുന്ന ആ ഒരു ബാങ്കൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അതൊക്കെ ഈ ഒരു ആനിമിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ കൊടുക്കാൻ സാധിക്കില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. സോ അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ നമ്മളെ ആക്സിലിനെയും ലാലന്റിനെയും കാണിക്കുന്നുണ്ട്. ലാലന്റ് ആണെങ്കിൽ ഒരു അറബി ലുക്കിലൊക്കെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ബെലിൻഡ എന്ന് പറഞ്ഞ അമ്മമ്മനെ തേടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാ ഇവരുടെ മുന്നിലേക്ക് അവിടുത്തെ നാട്ടിലെ കുറച്ച് ഗുണ്ടകൾ വരുന്നത്. ആക്സിലാണെങ്കിൽ പണ്ട് ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണ്. ആക്സിൽ ഇവരെ കണ്ടപ്പോൾ തന്നെ നമ്മളെ ലാലന്റിനെ പിടിച്ചിട്ട് ഓടിക്കോ എന്ന് പറയുന്നുണ്ട്. ലാലന്റ് ആണെങ്കിൽ ഇവരൊക്കെ ഇവരൊക്കെ എന്തിനാ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ആക്സിലാണെങ്കിൽ അതൊന്നും കേൾക്കാൻ അവൻ്റെ നേരക്ക് വരുന്ന എല്ലാവരെയും അടിച്ചിട്ട് നമ്മളെ ലാലന്റിനെയും പിടിച്ചിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ ഒരു പട തന്നെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ ഒരു തോക്കും കത്തിയൊക്കെ പിടിച്ചിട്ടാണ് കുറെ ആൾക്കാർ വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ ഒരു ബസ്സിന് മേലെ കയറി നിൽക്കുന്നുണ്ട്. ആ ഒരു ബസ്സാണെങ്കിൽ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കടല മേലേക്ക് ചാടി കയറുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു വീടിന്റെ റൂഫിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ലാലന്റ് ആണെങ്കിൽ ഒരു റൂഫ് പൊട്ടിയിട്ട് താഴത്തോട്ട് വീഴുന്നുണ്ട്. ഇതാണെങ്കിലോ നമ്മളെ ആക്സിൽ ശ്രദ്ധിക്കുന്നില്ല, അവരാണെങ്കിൽ മുന്നിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് നമ്മളെ ആക്സിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ ലാലന്റിനെ അവിടുത്തെ ആൾക്കാർ വളഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഒന്ന് പിടിച്ചപ്പോഴത്തേനും അവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾക്കൊക്കെ എന്നെ അടിച്ചിട്ട് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മളെ ലാലന്റ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ അവനെ വിടുന്ന ഒരു ലക്ഷണം പോലും കാണുന്നില്ല. അപ്പൊ നമ്മളെ പാവ ലാലന്റ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങോട്ട് ആകെ വന്നത് ഗ്രാൻഡ് മദർ ബെലിൻഡയുടെ ബക്ലവ എന്ന് പറഞ്ഞ സ്വീറ്റ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കേട്ടവരാണെങ്കിൽ ബെലിൻഡ അമ്മൂമ്മയുടെ ബക്ലവ എന്ന് പറഞ്ഞ സീറ്റ് കഴിക്കാൻ വേണ്ടി വന്നവരാണോ? അത് ശരി, എന്നത് ആദ്യം പറയണ്ടേ. അതിനുശേഷമാണെങ്കിൽ അവർ തന്നെ നമ്മളെ ബെലിൻഡ അമ്മൂമ്മയുടെ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ആക്സിലും ലാലന്റും ആണെങ്കിൽ നമ്മളെ ബെലിൻഡ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബെലിൻഡ അമ്മൂമ്മ അവരോട് കയറിയിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അമ്മൂമ്മയാണെങ്കിൽ ഇവർക്ക് ഒരു ബക്ലവ എന്ന് പറഞ്ഞ ഡിഷൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണെങ്കിലോ ഇവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരാണെങ്കിൽ ആ ഒരു ബക്ലവ എന്ന് പറഞ്ഞ ഡിഷ് ആണെങ്കിൽ വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അമ്മൂമ്മ ഇവരോട് ചോദിക്കുന്നത്, നിങ്ങളെ ഞാൻ ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളൊക്കെ ശരിക്കും എവിടുന്നാണ് വരുന്നത്? ഇത് കേട്ടതൊന്നും നമ്മളെ ആക്സിൽ പറയുന്നുണ്ട്, ശരിക്കും അമ്മൂമ്മ നിങ്ങളത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം, ഞങ്ങൾ ശരിക്കും സീക്രട്ട് ഏജൻസ് ആണ്. ഇത് കേട്ടതും നമ്മൾ അമ്മൂമ്മ നെട്ടിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾ ജെയിംസ് ബോണ്ടിന്റെ ഒക്കെ പോലെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന് മറുപടിയായി നമ്മൾ ആക്സിൽ പറയുന്നുണ്ട്, പിന്നില്ല അതെ ഞങ്ങളടുത്ത് അതൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ അമ്മൂമ്മക്ക് ഇവരെന്തോ വലിയ ആൾക്കാരാണെന്ന് തോന്നുകയാണ്. എന്നിട്ട് നമ്മൾ ആക്സിലും ലാലന്റും ഇവരോടൊക്കെ എന്തിനാണ് വന്നത് എന്ന കാര്യം നമ്മളെ അമ്മൂമ്മ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ ഈ ഒരു അമ്മൂമ്മയുടെ ഗ്രാൻഡ് സൺ, അതായത് പേരക്കുട്ടിയാണല്ലോ നമ്മളെ ഡോക്ടർ സ്കിന്നർ. അത് കാരണം ഈ ഒരു അമ്മൂമ്മയാണെങ്കിൽ ഇവർക്ക് ക്ലൂ ഒന്നും നൽകുന്നില്ല. പകരം നമ്മളെ ഡോക്ടർ സ്കിന്നർ പണ്ട് നമ്മളെ അമ്മൂമ്മക്ക് പണ്ട് അയച്ചൊരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോയാണെങ്കിൽ ഒന്നും തന്നെ സസ്പീഷ്യസ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ ലാലന്റ് ഒരു ക്ലൂവും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെ ആക്സിലിനാണെങ്കിൽ ചെറുതായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു വീടിന്റെ ചുറ്റോറം നടന്നതിന് ശേഷം ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു ഭരണി പോലത്തെ എന്തോ ഒരു സാധനം അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നേരെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, എടോ ഞാനാണ് ആക്സൽ, ഞാൻ ലാസറസ് എന്ന് പറഞ്ഞ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നവനാണ്. എൻ്റെ മോന്ത നീ നന്നായിട്ട് തന്നെ ഓർമ്മിച്ച് വെച്ചോ, ഞാനായിരിക്കും നിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബേസിക്കലി നമ്മളെ ആക്സൽ എങ്ങനെയൊക്കെ ഒരു ഭരണീൻ്റെ മേലെ ഒരു ക്യാമറ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊരാളെ നമ്മൾ കാണുന്നത്. അയാളുടെ മുഖം വ്യക്തമല്ലെങ്കിലും അയാൾ ഇതൊക്കെ കേട്ടെന്ന് ചിരിക്കുന്നുണ്ട്.
നൽകുന്നുണ്ട്. ശേഷം നമ്മുടെ എലേനയാണ് കാണിക്കുന്നത്. അവൾക്കാണെങ്കിൽ ഡോക്ടർ 909 എന്ന് പറയുന്ന ഹാക്കറിന്റെ എന്തോ ഒരു ക്ലൂ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ എലേനയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ 909നോട് നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലാസറസ് എന്ന് പറയുന്ന ആനിമി സീരീസിലെ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് കാരണം തന്നെ ഇതുവരെ കണ്ടവർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡ് ഏപ്രിൽ 27-ാം തീയതി ആയിരിക്കും ഇറങ്ങുന്നത്. അത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.